എൻ ശ്രീകുമാർ, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ UDF ആ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ഈ മതരാഷ്ട്രവാദം എന്ന കാര്യം ഉപേക്ഷിച്ചുവെന്ന്? അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു, മുൻപ് LDFന്റെ കൂടെ ആയിരുന്ന സമയത്ത് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായത്. അതായത് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വർഗീയതയില്ല. ഇതിപ്പോൾ LDF പറയുന്നത് പോലെ തന്നെയാണ് UDFും പറയുന്നത്. എന്ത് വ്യത്യാസമാണുള്ളത്? നോക്കൂ ശ്രീ മഞ്ജുഷെ, ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള മുന്നണിയുടെ ബന്ധങ്ങൾ, അതായത് ഇരു മുന്നണികളും നടത്തിയ ബന്ധങ്ങൾ കാലാകാലങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ LDF ഒരു കാലത്ത്, LDF മാത്രമല്ല, LDFനെയും UDFനെയും ഒരുമിച്ച് സഹായിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾ ഒരുപാട്, ഈ മൗദൂദിയുടെ ഒരുപാട് കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ പറഞ്ഞിട്ടുണ്ട്, മതരാഷ്ട്രവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമീർ മുജീബുർ റഹ്മാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഒരു മാസം മുമ്പ് കണ്ട ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതോടെ നിൽക്കട്ടെ, ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ കൂട്ടത്തില്. അപ്പൊ മുൻകാലങ്ങളിലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അവര് ഈ LDFനും അതുപോലെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് തരാതരം പോലെ പിന്തുണ നൽകിയിരുന്നു. പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ, ഏതാണ്ട് 90കളിലാന്ന് തോന്നുന്നു, അവര് LDFന് മാത്രം പിന്തുണ നൽകി. ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗുരുവായൂര്, തിരുവമ്പാടി, അതുപോലെ തിരുവനന്തപുരത്തൊരു അരുവിക്കരയാന്ന് തോന്നുന്നു, അവിടെയൊക്കെ അവര് ജമാഅത്തെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമായിരുന്നു. അതെ, അതിനു മുമ്പാണല്ലോ വിവാദമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, അത് AKG സെന്ററിലായിരുന്നു, അവിടെ വെച്ച് നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് ഞാൻ പറയുകയായിരുന്നു ചെയ്തത്. അതായത് വർഗീയവാദികളാണ് ഇവർ എന്നാണ്. പക്ഷേ അന്നൊക്കെ പരസ്യമായിട്ടുള്ള പിന്തുണ LDFനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന കാര്യത്തിലും സംശയമില്ല. ശരി ശ്രീനിവാസൻ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് CPMന്റെ പരിപൂർണ പിന്തുണ CPM ജമാഅത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ല, പറഞ്ഞ് പഴകിയതാണെങ്കിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്നും ചർച്ച കാണുന്നവരാണെങ്കിൽ അല്ലല്ലോ ഇന്നും കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പൊ CPMന്റെ മുഖപത്രം 2 പുതിയ കാര്യങ്ങൾ എന്തോ പറഞ്ഞിട്ട് എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയലേക്ക് ഇപ്പോഴും കിടക്കുകയാണല്ലോ CPMന്റെ മുഖപത്രത്തില്. അതൊന്നും ഇങ്ങനെ ക്രൈസ്തവ സഭയുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ തീരുമാനവും ഒന്ന് ജമാഅത്തിന്റെ തീരുമാനമാണ്, അതായത് LDFനെ പിന്തുണയ്ക്കാൻ. ഈ 2 തീരുമാനങ്ങളും വളരെ വിലപ്പെട്ടതാണ് എന്ന രീതിയിൽ CPMന്റെ മുഖപ്രസംഗം എഡിറ്റോറിയൽ എഴുതി. അന്ന് മാത്രമല്ല, പിണറായി വിജയൻ പരസ്യമായിട്ട് ആ പിന്തുണയെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തു. അതൊക്കെ വേറെ വിഷയം. PDPയുമായിട്ട് LDF കൂട്ടുകൂടിയ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, CPMന്റെ നയങ്ങളിൽ വ്യത്യാസം വന്നു. CPMന്റെ നയങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ ഇപ്പൊ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം CPMന് അവിടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറി. ഇവിടെ CPMന്റെ പ്രതിനിധികൾ ആരും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. 2016 കേരള ഭരണം കിട്ടിയപ്പോൾ CPMന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി സാധാരണഗതിയിലുള്ള ജനാധിപത്യ പ്രാദേശിക കക്ഷികൾ. 2019 മുതൽ UDFന് പിന്തുണ നൽകാൻ തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി. വെൽഫെയർ പാർട്ടി UDFനൊപ്പമായിരുന്നു, UDFനായിരുന്നു പിന്തുണ. അത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ കൂടി ഭാഗമായതിനാൽ UDFിലേക്ക് പിന്തുണ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ നിങ്ങൾ പറയുന്നു LDF വോട്ട് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല എന്ന്. അതെങ്ങനെ സിങ്കായി പോകും എന്നുള്ളതാണ്. അന്ന് എന്തായിരുന്നോ ജമാഅത്തെ ഇസ്ലാമി അത് തന്നെയാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി. അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. അല്ലല്ല, അത് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ചയല്ലേ. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഈ 2 ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കുക. ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് UDFന് അനുകൂലമായിരുന്നു. അന്ന് ശ്രീ MV ഗോവിന്ദ മാഷ് ഇക്കാര്യം, അതുപോലെ പാർട്ടി നേതാക്കളും ഇത് വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചു. അപ്പൊ അന്ന് ചർച്ചയായി. പക്ഷെ ജനങ്ങൾ അത് നിരാകരിച്ചു എന്ന് മാത്രമല്ല, നിലമ്പൂര് LDFന് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ജനങ്ങൾ തിരസ്കരിച്ച ഒരു ചർച്ചാ വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം എന്ന് വരുന്നു. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിലമ്പൂരിൽ ഒരു വാർത്താ സമ്മേളനമല്ല, ഒരു അഭിമുഖത്തിൽ, ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, RSSന്റെ നിലപാടുകളോട് ഞങ്ങൾ RSSുമായിട്ട് യോജിച്ചിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അന്ന് നിലമ്പൂരിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ. അതിന്റെ പ്രത്യേക കാരണം എന്താ വെച്ചാൽ, നിലമ്പൂരിൽ അന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്തണോ നിർത്തേണ്ടോ എന്നെ സംബന്ധിച്ച് ഒരു തർക്കം വന്നു, ഒരു സംശയം വന്നു. എന്നിട്ട് അവസാനം അവര് വേറൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവതരിപ്പിച്ചു, ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ. അപ്പൊ അന്ന് ഗോവിന്ദ മാഷ് ഒരു ട്രിക്ക് പ്രയോഗിച്ചു, ഞങ്ങൾ RSSുമായിട്ട് മുമ്പ് കൂട്ടുകൂടിയിരുന്നു എന്ന് പറഞ്ഞു. അത് തെറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഈ വോട്ട് കിട്ടാനാ.
അപ്പൊ അല്ല, അത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, CPM LDF ആണെങ്കിലും ന്റെ UDF ആണെങ്കിലും തരാതരം പോലെ, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഒക്കെ ഞങ്ങൾ എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടുകൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന നിലപാട് സ്വീകരിക്കും. ഞാൻ ഇപ്പോൾ VD സതീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് KM മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. KM മുരളീധരൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുമായി ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല, പക്ഷേ അവർ വോട്ട് തരുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് അവരുടെ ആശയങ്ങൾക്കും കുഴപ്പമില്ല എന്നാണ്. അതായത് മതരാഷ്ട്രവാദം അവർക്കിപ്പോഴില്ല എന്നാണ്. അതായത് ആശയത്തോട് യോജിപ്പുണ്ട് എന്നാണ്, വിയോജിപ്പില്ല എന്നാണ്. അല്ലാതെ അവർ ഇങ്ങോട്ട് തരുന്നത് ഞങ്ങൾ മേടിക്കുന്നു എന്നുള്ളതല്ല, ആ പിന്തുണ ഞങ്ങൾ പരസ്യമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.